പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവികമായ കാര്യങ്ങൾ പറയണമെങ്കിൽ ദൈവികമായ അഭിഷേകവും ആത്മബന്ധവും ഉണ്ടാകണം. ഈ പാടുന്ന ആൾക്കാർക്ക് അഭിഷേകം ഉണ്ടാകണമെങ്കിലും, പാട്ട് കേട്ട് പാടുന്ന ആൾക്കാർക്ക് അഭിഷേകം ഉണ്ടാകണമെങ്കിലും മിനിമം പരിശുദ്ധാത്മകമായിട്ടൊരു ബന്ധമുണ്ടാകണം. ആത്മീയ കാര്യങ്ങളെല്ലാം അങ്ങനെയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്ത് ഒപ്പിക്കാൻ പറ്റത്തില്ല. ഇനി കറക്റ്റായിട്ടാണ് ദൈവ വഴികളിലാണ് എങ്കിൽ നമുക്കുണ്ടാകുന്നൊരു ഗുണമെന്ന് പറയുന്നത് ഇപ്സോ ഫാക്ടോ നമുക്ക് അടയാളം ഉണ്ടാകും. നിങ്ങൾ കറക്റ്റ് ട്രാക്കിലാണെന്നുണ്ടെങ്കിൽ അപ്പോഴ് അടയാളം ഉണ്ടാകും. അടയാളമില്ലാതെ പോകുന്നുവെന്ന് കണ്ടാൽ അതിൻ്റെ അർത്ഥം, പ്രത്യേകിച്ച് ഒരു അടയാളമില്ലാത്തൊരു കാലമെന്ന് പറഞ്ഞാൽ നല്ല ആഴമായ ആത്മബന്ധമുള്ളവർക്ക് ചിലപ്പോൾ അടയാളങ്ങൾ കിട്ടത്തില്ല. കാര്യം അടയാളങ്ങളില്ലാതെ തന്നെ അവർ ആത്മബന്ധത്തിലാകും. അവർക്ക് അടയാളങ്ങളില്ലെങ്കിലും ദൈവസാന്നിധ്യത്തെക്കുറിച്ച് അവിടെ ആത്മാവിന് നല്ല സംവേദനം ഉണ്ടാകും. ഫിസിക്കലായിട്ട് ഒരു സാധനം നമുക്ക് വേണ്ട ആവശ്യമില്ല. പക്ഷേ ഞാനൊരു 10-20 ലക്ഷം ആൾക്കാരെ കൗൺസിൽ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായിരിക്കണത്, അടയാളം ആവശ്യമില്ലാത്ത ആൾക്കാർ വെറും ഒരു 5% മാത്രമേ ഉള്ളൂ. ബാക്കി 95% അടയാളം ആവശ്യമുണ്ട്. അപ്പം നമുക്കെല്ലാവർക്കും അടയാളം ആവശ്യമുണ്ട്. കാര്യം അടയാളം ആവശ്യമില്ലാത്ത സാഹചര്യം വന്നാൽ പരിശുദ്ധാത്മാവ്, ഇപ്പം നമ്മൾ ഈ ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടി, അവർ കുറച്ച് ഇൻ്റലിജൻ്റാണ്. ഈ കുട്ടി ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നീട് പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോഴൊക്കെ കരയാൻ തുടങ്ങും. ഉടമ്പടിയുടെ ധ്യാനം കേട്ടാൽ തന്നെ, ഇത് ഈ മൊബൈലിൽ ധ്യാനം കേട്ടാൽ മതി, അപ്പം കരയാൻ തുടങ്ങും. ബൈബിളൊക്കെ വായിച്ചാൽ അപ്പം ബൈബിളിൽ കണ്ണുനീര് വീഴും. അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഈ പരിശുദ്ധാത്മാരുടെ വരദാനങ്ങളിൽ നമുക്കറിയാം ഭാഷാവരം, അതുപോലെ തന്നെ രോഗശാന്തി വരം, വിശ്വാസവരം, നമുക്ക് ദൈവത്തിൽ നിന്ന് കിട്ടുന്നതെല്ലാം നമ്മൾക്ക് കിട്ടുന്ന വരങ്ങളെന്ന് പറയണത് ബിബ്ലിക്കൽ ആയിട്ടുള്ള ഗിഫ്റ്റുകൾ. അതിന് ഗ്രേസ് എന്നല്ല പറഞ്ഞ, ഗിഫ്റ്റ് എന്നാണ് പറയണത്. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെ ഗിഫ്റ്റ് ഓഫ് ദി ഹോളി സ്പിരിറ്റ് എന്നാണ് പറയണത്. മലയാളത്തിൽ തർജ്ജമ ചെയ്തിരിക്കുന്നത് സമ്മാനമൊന്നല്ല, ദാനമൊന്നല്ല, മറിച്ച് വരങ്ങളും ദാനങ്ങളും നമ്മൾ പറയും. പൊതുവെ രണ്ടും കൂടി കൂട്ടിച്ചേർത്ത് പറയും. പക്ഷേ ഇംഗ്ലീഷിൽ ഗിഫ്റ്റ് എന്ന് പറയും. എന്നുവെച്ചാൽ വരം, അതായത് പരിശുദ്ധാത്മാവ് ഭാഷാവരത്തോടെ സംസാരിക്കാൻ കഴിയുന്നത് ഗിഫ്റ്റാണ്. അത് ഗിഫ്റ്റ് ഓഫ് ടങ് എന്ന് പറയും, നാവിൻ്റെ വരമെന്ന് പറയും. നമ്മൾ പ്രാർത്ഥിച്ച് വരുമ്പോൾ പെട്ടെന്ന് പ്രാർത്ഥനയുടെ കൺട്രോൾ പോകും. എന്നിട്ട് പരിശുദ്ധാത്മാവ് നമ്മളിലൂടെ ലല്ലബീസ് പറയാൻ തുടങ്ങും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഭാഷയ്ക്ക് പരിചയമില്ലാത്ത റിഥമാറ്റിക്, ചിലപ്പോൾ നോൺ റിഥമാറ്റിക് ആയിട്ടുള്ള സ്വരങ്ങൾ പുറപ്പെടുവിക്കും. പക്ഷെ അതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറയണത്, അതിന് അടുത്ത് പൗരസപ്പോസം പറയും, അങ്ങനെ ഒരു ആർക്കെങ്കിലും ഗിഫ്റ്റ് ഓഫ് ടങ് കിട്ടിയാൽ അത് ജനങ്ങൾക്ക് കർത്താവ് അതിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അടുത്തിരിക്കുന്ന ആളിനത് വ്യാഖ്യാനിക്കാനുള്ള വരം ഉണ്ടാവും. അപ്പോൾ അയാളത് പറയണം. വ്യാഖ്യാനിക്കാൻ വരമില്ല ഉള്ള ആരും ആ കമ്മ്യൂണിറ്റിയിൽ ഇല്ലെങ്കിൽ ഭാഷാപരക്കാരൻ നാവടക്കി ഇരിക്കുകയാണ് നല്ലതെന്ന് പറയും. അല്ല, പൗരസപ്പോസിൻ്റെ കൊറിന്ത്യസ് ലേഖനത്തിലുള്ളതാണ്. അവന് ഗിഫ്റ്റ് ഓഫ് ദി ടങ് പോലെ തന്നെയാണ് അത്. നമുക്ക് വിശ്വാസവരം, ഫെയ്ത്ത് ഗിഫ്റ്റായിട്ട് കിട്ടും. നമ്മൾക്ക് ഫെയ്ത്ത് മെക്കാനിക്കലായിട്ട് കിട്ടുന്നുണ്ട്. ഫെയ്ത്ത് 2-3 തരത്തിലാണ് നമുക്ക് ഫെയ്ത്ത് വരണത്. വിശ്വാസം കേൾവിയിൽ നിന്ന് വരും, അല്ലേ? കേൾവി യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗങ്ങളിൽ നിന്ന് വരും. അതൊരു വരവാണ്. വിശ്വാസം എങ്ങനെ വരുന്നു, നമ്മളിലേക്ക് എങ്ങനെ വരണത്? വിശ്വാസം നമ്മളിലേക്ക് എങ്ങനെ വരണത്? ഒന്നെങ്ങനെ വരണത്? വിശ്വാസം കേൾവിയിൽ നിന്ന്. പിന്നെന്താണ്? കേൾവി യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിൽ നിന്ന്.